ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. والله خلقكم من تراب ثم من نطفة ثم جعلكم أزواجا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരമകാരുണികൻ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് ചെറുതും വലുതുമായ മുഴുവൻ നന്മകളും നമ്മിൽ നിന്നും സ്വീകരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉന്നത ദർജകളിൽ നമ്മേവരെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരാകുന്ന നമ്മളുടെ എല്ലാം ഉൽപ്പത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു 3-4 വാക്കുകൾ പ്രയോഗിക്കുന്നത് കാണാൻ സാധിക്കും. ഒന്ന് നമുക്ക് കാണാം, മിൻ തുറാബ്, മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മണ്ണിൽ നിന്നാണെന്ന് പൊതുവായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. രണ്ടാമതായി കൊണ്ട് പറഞ്ഞു മിൻ തീൻ, കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. മറ്റൊരിടത്ത് പറഞ്ഞു ഹമഇം മൻസൂർ,
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹമഇം മസ്നൂൻ, അതായത് ഒരു കറുപ്പ് നിറം സംഭവിച്ച, മണത്തിൽ ഒരൽപ്പം വ്യത്യാസം സംഭവിച്ചിട്ടുള്ള, കുഴഞ്ഞ് പാകപ്പെട്ട ഒരു കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മറ്റൊരിടത്ത് പറഞ്ഞു സൽസ്വാലിൻ കൽ ഫഖാർ, അതായത് പരുവപ്പെടുത്തിയ ആ മണ്ണുകളെ ചൂളയിൽ വെച്ച്, അത് ഇഷ്ടിക ആകട്ടെ അല്ലെങ്കിൽ നമുക്കറിയാം മുട്ടിയാൽ ശബ്ദം കേൾക്കുന്ന തരത്തിലുള്ള ആ രൂപത്തിൽ ചൂളയ്ക്ക് വെച്ച് എടുത്ത അത്തരത്തിലുള്ള മണ്ണിൽ നിന്നും, അതല്ലെങ്കിൽ തട്ടിയാൽ ഒരു ചലപില ശബ്ദമുണ്ടാക്കുന്ന ഒരു ഉണങ്ങിയ തരം കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. 4 അവസ്ഥകളിലായിക്കൊണ്ടാണ് അല്ലാഹു ഈ കാര്യം പറയുന്നത്. അതെല്ലാം ചേർത്ത് വെക്കുമ്പോ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് തന്നെ അതിന്റെ കളിമണ്ണെടുത്ത് ആ കളിമണ്ണിൽ തന്നെ മനുഷ്യനെ സൃഷ്ടിക്കാൻ പരുവമുള്ള രൂപത്തിൽ അതിനെ പരുവപ്പെടുത്തിയെടുത്ത് ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൃഷ്ടിപ്പ് നടത്തി എന്നുള്ളത് ഈ 4 വാക്കുകളെയും കൂടി കൂട്ടിച്ചേർത്ത് വെക്കുമ്പോ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ഒരു സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്നുള്ളത് ഇവിടെ അല്ലാഹു അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മണ്ണിൽ നിന്നാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്, മണ്ണിലേക്ക് ചേരേണ്ടവരാണ്. ആ മണ്ണ് ചില പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ഉൾക്കൊള്ളാൻ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതായത് മണ്ണിൽ നിന്നും കളിമണ്ണിൽ നിന്നുമൊക്കെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യവർഗത്തിന്റെ ശ്രേഷ്ഠത ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമ്മളെ അറിയിച്ചു തരുന്നുണ്ട്. മഹാനായ ഇമാം സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അങ്ങനെയാണ് പറഞ്ഞത്: മണ്ണിൽ നിന്നും കളിമണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യവർഗത്തിന്റെ ശ്രേഷ്ഠതയാണിത്. ഇത് അറിയിക്കുകയാണ് മണ്ണ്. വിവേകത്തിന്റെയും മഹത്വത്തിന്റെയും പ്രയോജനത്തിന്റെയും ഒരു സ്ഥാനമാണ് അത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമുക്ക് ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത ഒരു ബന്ധം മണ്ണുമായിട്ടുണ്ട്. ആ മണ്ണ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില പാഠങ്ങളുണ്ട്. റബ്ബിനെ അറിയണമെന്ന്, നന്ദിയുള്ളവരാകണമെന്ന്, അഹങ്കാരിയായി തീരരുത് എന്ന്, അവിവേകിയായി മാറരുത് എന്ന്, ഇതൊക്കെ മണ്ണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 11-ാമത്തെ വചനത്തിലൂടെ നമ്മളെ ഉണർത്തുന്നുണ്ട്. വല്ലാഹു ഖലഖകും മിൻ തുറാബ്, വല്ലാഹു ഖലഖകും മിൻ തുറാബ് ثم من نطفة ثم جعلكم أزواجا. അല്ലാഹു നിങ്ങളെ മണ്ണിൽ നിന്നും പിന്നീട് ബീജഗണത്തിൽ നിന്നും സൃഷ്ടിച്ചു, പിന്നെ അവൻ നിങ്ങളെ ഇണകളാക്കി. ഇത് ഒരു നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ അവന്റെ സൃഷ്ടിപ്പിന്റെ അപാരത നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ നമ്മൾ മറക്കരുത്, നന്ദിയുള്ളവരാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മളോട് ഓതാൻ പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 32 മുതൽ 44 വരെയുള്ള വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു തോട്ടക്കാരന്റെ സംഭവമാണ്, കഥയാണ് അല്ലാഹു അവിടെ പറയുന്നത്. മുഫസ്സിറുകൾ പറഞ്ഞത് അതൊരു ബനൂ ഇസ്രായേലിൽ നടന്ന ഒരു സംഭവമാണെന്ന് ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിൽ തനിക്ക് ലഭിച്ച തോട്ടം ആരും കണ്ണഞ്ചി പോകുന്ന, ആരും ആസ്വദിച്ചു പോകുന്ന, ആരും കൊതിച്ചു പോകുന്ന, അരുവികളൊക്കെ ഒഴുകുന്ന പഴങ്ങളും ഫലവർഗ്ഗങ്ങളും ഒക്കെ ഉള്ള ഒരു തോട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് കൊടുത്തപ്പോ അവൻ അല്ലാഹുവിനെ മറക്കുകയും അവൻ അഹങ്കാരിയായി തീരുകയും അവസാനം തന്റെ ഒരു കൂട്ടുകാരൻ അവനെ ഉപദേശിക്കുകയാണ്: നീ അക്രമിയാകരുത്, നീ അവിവേകിയാകരുത്,
പരലോകമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, നിന്റെ ഈ അവിവേകം നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നൊക്കെ സ്വാലിഹായ വിശ്വാസിയായ ഒരു കൂട്ടുകാരൻ അഹങ്കാരിയായ ഈ തോട്ടക്കാരനെ ഉപദേശിക്കുമ്പോൾ പോലും അവൻ പറഞ്ഞു, അവൻ സ്വന്തത്തോട് തന്നെ അതിക്രമം കാണിച്ചുകൊണ്ട് അവൻ അവന്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. അവൻ പറയുകയാണ്, ഇതൊന്നും നശിച്ചു പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഇതൊക്കെ എന്നും നിലനിൽക്കുന്നത് തന്നെയായിരിക്കും, ഇതൊക്കെ എന്നെന്നും ആസ്വദിക്കാനുള്ളത് തന്നെയായിരിക്കും. എന്നിട്ട് അവൻ പറയാണ്, ഈ അന്ത്യസമയം നിലവിൽ വരുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അന്ത്യദിനം വരുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഞാൻ എന്റെ റബ്ബിലേക്ക് മടക്കപ്പെടുകയാണെങ്കിലോ, ആ തോട്ടക്കാരൻ പറയാണ്, ഇനി എന്റെ റബ്ബിലേക്കെങ്ങാണം മടക്കപ്പെടുകയാണെങ്കിലോ ഇതിൽ നിന്ന് ഏറ്റവും ഉത്തമമായതായിരിക്കും എനിക്ക് തരിക. നന്ദി കെട്ടവനാണ്, പക്ഷെ അവന്റെ ആ വാക്ക് അപ്പോഴും ഇനി അങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇതിൽ കൂടുതലേ കിട്ടത്തുള്ളൂ എന്ന ഇസ്രായേലിയർ വേദക്കാരായ ആളുകൾ പലപ്പോഴും ഇങ്ങനെയുള്ള നന്ദികേടിന്റെ മറുപടികൾ പറയാറുണ്ട്. അതേ മറുപടിയാണ് ഈ മനുഷ്യനും പറഞ്ഞത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ തോട്ടത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ്. പിന്നീട് എല്ലാം പൊളിഞ്ഞ് ഇല്ലാതായി കിടക്കുന്ന ഒരു കാഴ്ച അവിടെ കാണാൻ സാധിക്കും. ആ സമയത്ത് ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാബിറുഹു അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്. ആ കൂട്ടുകാരൻ പറയുകയാണ്, അവർ തമ്മിൽ ഒരു സംവാദം നടക്കുകയാണ്. ഒരാൾ വിശ്വാസിയാണ്, ഒരാൾ അവിശ്വാസിയാണ്. ആ സംവാദത്തിന്റെ ഇടയിൽ അവൻ പറയുകയാണ്, മണ്ണിൽ നിന്നും നിന്നെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിൽ നീ എന്ത് ചെയ്യാണ്, നിഷേധം നടത്തുകയാണോ? എന്നിട്ടും പറയുന്നുണ്ട്, മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, ബീജഗണത്തിൽ നിന്നും നിന്നെ സൃഷ്ടിച്ചു, എന്നിട്ട് ആ മണ്ണിൽ നിന്നുണ്ടായത് ഭക്ഷിച്ചു, ആ മണ്ണിൽ നിന്നും നീ പലതും ആസ്വദിച്ചു, എന്നിട്ട് നീ ഒരു മനുഷ്യനായി മാറി. ഇതെല്ലാം ആയതിനു ശേഷവും നീ ആ രക്ഷിതാവിനെ നിഷേധിക്കുകയാണോ? അതുകൊണ്ട് തന്നെ എന്റെ വിശ്വാസം എന്ന് പറയുന്നത്, അദ്ദേഹം അവന്റെ ആ വിശ്വാസിയായ മനുഷ്യൻ അവന്റെ വിശ്വാസം അവിടെ പ്രഖ്യാപിക്കുകയാണ്. അതായത് അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ്, ഹുവല്ലാഹു റബ്ബി, അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ്, വലാ ഉശ്രികു ബിറബ്ബി അഹദ, എന്റെ റബ്ബിനോട് ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കൂല. എന്നെ സൃഷ്ടിച്ചവൻ, ഈ മണ്ണിൽ നിന്ന് എന്നെ സൃഷ്ടിച്ചവൻ, ഈ മണ്ണിൽ നിന്നും എനിക്കെല്ലാം ഒരുക്കി തന്നവൻ, ഇതെല്ലാം സംവിധാനിച്ച ആ റബ്ബിനെ അല്ലാതെ മറ്റാരോടും ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല എന്ന് ആ മനുഷ്യൻ അവിടെ പ്രഖ്യാപിക്കുകയാണ്. നോക്ക്, അഹങ്കാരത്തിന്റെ ശിക്ഷ അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ ആ മനുഷ്യന് കൊടുക്കുകയാണ്. ഇനി അവന്റെ അവിശ്വാസത്തിന് പകരം ഇനി അള്ളാഹു വേറെ നൽകും. പരലോകത്ത് ശാശ്വതമായ നരകം അത്തരക്കാർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയിലും അത്തരത്തിലുള്ള അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മണ്ണിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ഉപമ കൂടി പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് ആ വാക്യം. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 264-ാമത്തെ വചനം അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, ലാ തുബ്തിലു സദഖാതികും, നിങ്ങളുടെ സദഖകളെ, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്, നിങ്ങൾ വൃഥാവിലാക്കി കളയരുത്, നിങ്ങൾ പാഴാക്കി കളയരുത്. എന്തൊക്കെ ചെയ്തിട്ടാണ്? ബിൽ മന്നി വൽ അദാ, കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട്, കൊടുത്ത ആളെ കൊടുത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് 2 രൂപത്തിൽ ഉപദ്രവിക്കും. കൊടുത്തത് മറ്റുള്ളവരോടെല്ലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? കൊടുത്തതില്ലാതാക്കി കളയും. സഹായിച്ച ആളിനെ ഞാൻ അങ്ങനെയൊക്കെ നിനക്ക് ചെയ്തു തന്നില്ലേ, നീ നിനക്ക് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു തന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് പറഞ്ഞ് അവനെ ബുദ്ധിമുട്ടിക്കുക, വേദനിപ്പിക്കുക. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ നശിപ്പിച്ചു കളയരുത്, ദാനധർമ്മത്തിന്റെ പ്രതിഫലത്തെ നശിപ്പിച്ചു കളയരുത്. എന്നിട്ട് പറയുകയാണ്, കല്ലദീ യുൻഫിഖു മാലഹു റിആഅ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വാസമില്ലാതെ
അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ നിങ്ങൾ പാഴാക്കി കളയരുത് അള്ളാഹു തആല പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് ഫമസലുഹു, അങ്ങനെയുള്ളവന്റെ ഉപമ, അങ്ങനെയുള്ളവന്റെ ഉദാഹരണം എന്താണെന്നറിയുമോ? കമസലി സഫ്വാനിൻ അലൈഹി തുറാബ്, മുകളിൽ അല്പം മാത്രം മണ്ണുള്ള ഒരു പാറയാണ് അവന്റെ ഉദാഹരണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുടെ ഉപമ അങ്ങനെയാണ്. എന്നിട്ട് പറഞ്ഞു ഫഅസ്വാബഹു വാബിലുൻ ഫതറകഹു സൽദാ, ആ പാറയുടെ മേലൊരു കനത്ത മഴ വന്ന് പതിച്ചു. അപ്പോഴേക്കും ആ പാറയിൽ ഉണ്ടായിരുന്ന മണ്ണെല്ലാം എന്ത് ചെയ്തു? അതിനെ ഒഴുക്കിക്കളഞ്ഞിട്ട് അത് വെറും ഒരു മൊട്ടപ്പാറയായി മാറി, വെറും ഒരു മൊട്ട മാത്രമായി മാറി, പാറ മാത്രമായി മാറുന്നൊരവസ്ഥ. لا يقدرون على شيء مما كسبوا والله لا يهدي القوم الكافرين. അല്ലാഹു തആല അങ്ങനെയാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അവൻ അധ്വാനിച്ച് വെച്ചതൊക്കെ എന്ത് ചെയ്തു? അവൻ ഉപകാരമില്ലാതെ എല്ലാം ഇല്ലാതായി പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. അത്തരത്തിലുള്ള സത്യനിഷേധികളായ ജനതയെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല എന്നാണ്. അപ്പോ ഒരു മണ്ണിനെ അള്ളാഹു തആല ഉപമിക്കുന്നത് അവൻ സമ്പാദിച്ചു വെച്ച കുറെ നന്മകളോടാണ്. പക്ഷെ ആ നന്മകൾ സമ്പാദിച്ചു വെച്ചത് സംരക്ഷിച്ചു വെക്കാൻ അവന് കഴിഞ്ഞില്ല. നന്മകൾ ചെയ്താൽ മാത്രം പോരാ, അത് നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല നാളെ പരലോകത്ത് ചെല്ലുമ്പോ. നിസ്കാരക്കാരായിരിക്കും, നോമ്പുകാരായിരിക്കും, സക്കാത്ത് കൊടുത്തവരായിരിക്കും, ദാനധർമ്മം നടത്തിയവരായിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ പ്രീതിക്കപ്പുറം ദുനിയാവിലെ മറ്റുള്ളവരുടെയൊക്കെയോ പ്രീതി ആഗ്രഹിച്ചും ദുനിയാവിലെ മറ്റുള്ളവരുടെയൊക്കെയോ നല്ല വാക്കുകൾ കൊതിച്ചും പല കർമ്മങ്ങളും ചെയ്തിട്ട് അതൊന്നും നാളെ ഉപകാരമില്ലാതെ വെറും സമ്പൂജ്യനായി നാളെ അള്ളാഹുവിലേക്ക് ചെന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഉണ്ടാകരുതെന്ന് മണ്ണിനെ ഉപമയാക്കിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിനെ എടുത്തു ധരിച്ചുകൊണ്ട് മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യ, ഈ ദുനിയാവിൽ നിന്റെ ജീവിതം ശാശ്വതമല്ല. നിന്റെ ദുനിയാവിലെ ഈ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. ഏത് നിമിഷവും ഇവിടെ നിന്ന് നീ പോകും. അല്ലാഹു തആല പറഞ്ഞു, മിൻഹാ ഖലഖനാകും, മിൻഹാ ഖലഖനാകും, ആ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വഫീഹാ നുഈദുകും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതിലേക്ക് തന്നെ ചെയ്യും നാം നിങ്ങളെ മടക്കുകയും ചെയ്യും. ആ മണ്ണിലേക്ക് നിങ്ങളെ മടക്കുകയും ചെയ്യും. വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ, എന്നിട്ട് മറ്റൊരു തവണ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരികയും ചെയ്യും. മണ്ണിനെ അല്ലാഹു തആല എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു, നീ അഹങ്കരിക്കരുത്, നിനക്കൊരു തിരിച്ചുപോക്കുണ്ടെന്ന് നീ വിചാരിക്കണം. ആ ചിന്ത നിനക്ക് എപ്പോഴും ഉണ്ടാകണം. ആ ചിന്ത വഴി നിന്റെ പ്രവർത്തനങ്ങളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകണം, മാറ്റങ്ങൾ ഉണ്ടാകണം. ആ ചിന്തയിലൂടെ നിന്റെ ജീവിതത്തെ മാറ്റങ്ങൾ ഉണ്ടാക്കി നീ സ്വർഗത്തിലേക്ക് കിടക്കാനുള്ള പണിയെടുക്കണം. അതുകൊണ്ട് ചിന്തിച്ചോ, ഇതിൽ നിന്ന് നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ നീ മടക്കപ്പെടുമെങ്കിൽ, ഇവിടെ നിന്നും ഒരിക്കൽ കൂടി നീ ഉയർത്തെഴുന്നേൽക്കപ്പെടുമെങ്കിൽ ഉറപ്പാണ് പരലോകമാണ്. അവിടെ നന്മ തിന്മകളെ അല്ലാഹു തആല വേർതിരിക്കും, അതിനെ തൂക്കി നോക്കും. വലങ്കയിലും ഇടങ്കയിലും ഗ്രന്ഥം കൊടുക്കും. ആ ഗ്രന്ഥങ്ങൾ അവൻ എടുത്തു വായിക്കും. കുറ്റവാളി വിലപിക്കും. സത്യവിശ്വാസി ആഹ്ലാദം കൊണ്ട് അവൻ മറ്റുള്ളവരെ അറിയിക്കാൻ ഓടിയ നടക്കും. അവിടെ നിന്നും സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള ഒരു യാത്ര ആരംഭിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലം നജ്അലിൽ അർള കിഫാത അഹ്യാഅൻ വ അംവാത, ഭൂമിയെ നാം മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ഉൾക്കൊള്ളുന്നതാക്കിയിട്ടില്ലേ എന്നാണ്. മരിച്ചവരും ജീവിക്കുന്നവരും ഒക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് ഈ ഭൂമിയിൽ. അതുകൊണ്ട് ചിന്തിക്കുക, മരിച്ചവരുമുണ്ട്, ജീവിച്ചിരിക്കുന്നവരുമുണ്ട്. മരിച്ചവർ അവരുടെ അവസരം കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് ഇനിയും അവസരമുണ്ട്. അത് ചിന്തിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അത് മാത്രവുമല്ല, ചില സത്യനിഷേധികളായ ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്ത്? ഇദാ കുന്നാ തുറാബൻ ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾ മണ്ണായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പുതുതായിട്ട് സൃഷ്ടിക്കാനോ? മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞാൽ, മണ്ണായി കഴിഞ്ഞാൽ പിന്നെയും ഞങ്ങളെ സൃഷ്ടിക്കുമെന്നോ? ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം, അവർ അല്ലാഹുവിൽ നിഷേധിച്ചവർ, അവർ നിഷേധികളായി തീർന്നവരാണ്. ഉലൈകൽ അഗ്ലാലു ഫീ അഅ്നാഖിഹിം വഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. അപ്പം നരകക്കാരായ ചില ആളുകൾ അവർ മണ്ണുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിലൂടെ അവർ നിഷേധികളായി. എന്ത്? ഈ മണ്ണിൽ ഞങ്ങളെ കുഴിച്ചു മൂടിയിട്ട് ഇതിൽ നിന്നും പിന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന വാദം പൊള്ളയാണ്.
അത് തെറ്റാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർ കാഫറുകളായി, നിഷേധികളായി, അവർ നരകത്തിന്റെ ആളുകളായി മാറി. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഉയർത്തെഴുന്നേൽക്കുന്ന വിഷയത്തെപ്പറ്റി നിങ്ങൾ സംശയത്തിലാണോ? ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്, മണ്ണിൽ നിന്നുമല്ലേ നിങ്ങളെ നാം സൃഷ്ടിച്ചത്? മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. സുമ്മ മിൻ നുത്ഫ, പിന്നീട് ബീജഗണത്തിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിച്ചില്ലേ? സുമ്മ മിൻ അലഖ, പിന്നീട് ഭ്രൂണത്തിൽ നിന്ന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയില്ലേ? സുമ്മ മിൻ മുദ്ഗത്തിൻ മഹ്ലഖിഹി വഗൈരി മുഹല്ലഖത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അത്തരത്തിൽ ഒരു ഭ്രൂണത്തിൽ നിന്നും നിങ്ങളെ മാംസപിണ്ഡമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചില്ലേ? ആ അത്ഭുതത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യ. ഒരു അഡ്രസ്സും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ നമുക്ക്? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മസ്കൂറാ. പ്രസ്താവ്യമായ ഒരു വസ്തു എന്ന് പറയാൻ പറ്റുന്നതിന് മുമ്പ് ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ശൂന്യതയിൽ നിന്നും ഒന്നുമില്ലായ്മയിൽ നിന്നും അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ച് മണ്ണടിഞ്ഞ് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയാൽ പിന്നെയും ഒന്നുകൂടി അവൻ ഉണ്ടാക്കാൻ എന്താണ് പ്രയാസം? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി ആ വിഷയത്തെ ചിന്തിക്കണമെന്നും ആലോചിക്കണമെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിനെല്ലാം അല്ലാഹു ഈ മണ്ണിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മണ്ണിനെ വെച്ചുകൊണ്ട് അല്ലാഹു നമുക്ക് ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. മണ്ണ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം, വലിയ ചില പാഠങ്ങൾ നമ്മുടെ ഇഹപര ജീവിതത്തിന്റെ വിജയത്തിലേക്കുള്ള പാഠങ്ങളാണ്. ചിന്തിക്കുക, ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിനെ പരിവർത്തനപ്പെടുത്തി നന്മയിലൂടെ സഞ്ചരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ നിലകൊള്ളുന്ന ഈ ഒരു മാസം അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽപ്പെട്ട റജബ് മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മകൾ ചെയ്താൽ അതിന് കൂടുതൽ പ്രാധാന്യവും ശ്രേഷ്ഠതയും ലഭിക്കുന്ന ചില സമയങ്ങളാണ് അള്ളാഹു പവിത്രമാക്കിയ സമയങ്ങൾ. അതിൽ മാസങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്, ചില ദിവസങ്ങളുണ്ട്, ചില മണിക്കൂറുകളുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. റജബ് മാസത്തിൽ പ്രവേശിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മകൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്തായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫർദായ കാര്യങ്ങളുമൊക്കെ കൃത്യമായും വീഴ്ചകൾ വരുത്താതെ അത് കൂടുതൽ സൂക്ഷ്മത പാലിച്ച് നിർവഹിക്കുക എന്നുള്ളത് നമുക്ക് കൂടുതൽ പ്രതിഫലാർഹമായ കാര്യങ്ങളാണ്. എന്നാൽ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളെയൊക്കെ മുതലെടുത്തുകൊണ്ട് പാമരന്മാരായ ആളുകളെ വഞ്ചിച്ചുകൊണ്ട്, സാമ്പത്തിക മുതലെടുപ്പുകൾ പോലും ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് പരിചയമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടെത്തിക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ ഇടയിൽ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്ത് നോമ്പുകളുണ്ട്, സുന്നത്തായ നമസ്കാരങ്ങളുണ്ട്, രാത്രി നമസ്കാരങ്ങളുണ്ട്, ഫർദായ നമസ്കാരങ്ങൾ, അത് ജമാഅത്തായി നിർവഹിക്കുന്നതിന്റെ പ്രത്യേകതയുണ്ട്, പ്രതിഫലമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. ഇതൊക്കെ നിർവഹിക്കുക എന്നതിനും അപ്പുറം ഒരു പ്രത്യേകമായ നോമ്പോ, ഒരു പ്രത്യേകമായ നമസ്കാരമോ, മറ്റൊരു പ്രത്യേകമായ ഉംറ പോലെയുള്ള കർമ്മങ്ങളോ ഒന്നും റജബ് മാസത്തിൽ പ്രത്യേകമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇപ്പോ പിന്നെ ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് റജബ് മാസത്തിലാണ് എന്ന ഒരു പിന്നെ വാദം നമ്മുടെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. സത്യത്തിൽ അതിന് ചരിത്രകാരന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. റജബിൽ തന്നെയാണോ, ഏതു മാസത്തിലാണെന്നുള്ള വിഷയത്തിൽ വലിയൊരു അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിലുണ്ട്. അതുപോലെ തന്നെ റഗായിബ് നമസ്കാരം, റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാത്രിയിൽ റഗായിബ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സുന്നത്ത് നമസ്കാരം വന്നിട്ടുണ്ട് എന്ന് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. അത് ബാത്തിലാണ്, ആ ഹദീസ് ദുർബലമാണ്.
അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദുർബലമായ ഹദീസുകളെ ഉയർത്തിക്കൊണ്ടുവന്ന് അതൊരു കർമ്മമാക്കി മാറ്റിയാൽ അത് പ്രവാചകന് പരിചയമില്ലാത്തതാണ്. റസൂലുള്ള ചെയ്തതോ പ്രവർത്തിച്ചതോ അല്ല. അത് ബിദ്അത്തായി മാറും, പുത്തനാചാരമായി മാറും. പുത്തനാചാരം നടത്തുന്ന ആളുകൾ നരകത്തിലേക്കാണെന്നുള്ള റസൂലുള്ളയുടെ വചനം നമ്മൾ നോക്കണം. അതുപോലെ തന്നെ റജബ് മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച നോമ്പ് നോൽക്കുന്നത് സുന്നത്താണ് എന്നൊരു പ്രത്യേകമായ ഒരു രൂപം, അതും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതല്ല. വ്യാഴാഴ്ച നോമ്പുണ്ടോ? ഉണ്ട്. അത് റസൂലുള്ളാഹി എല്ലാ മാസവും എല്ലാ വ്യാഴവും തിങ്കളും നോമ്പെടുക്കുന്ന നോമ്പുണ്ട്, അതിന് പ്രതിഫലവുമുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷെ ഇങ്ങനൊരു നീയത്ത് വരുമ്പോ റജബിലെ ആദ്യത്തെ വ്യാഴാഴ്ചയിലെ നോമ്പ് എന്ന രൂപത്തിലേക്ക് നമ്മുടെ നീയത്ത് മാറുമ്പോൾ തന്നെ നമ്മൾ ബിദ്അത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്തതായിട്ട് നമുക്ക് വരും. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി കൊണ്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 96 നോമ്പുകൾ 96 നോമ്പ് കണക്ക് കൂട്ടി എടുക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ ഇടയിൽ നിലവിലുണ്ട്. അതായത് റമളാനിലെ നിർബന്ധമായ നോമ്പും, ശഅബാനിലെ 30 നോമ്പും, റജബിലെ 30 നോമ്പും, ശവ്വാലിലെ 6 നോമ്പും കൂടെ ചേർത്ത് 96 നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ ഒരു നോമ്പിന് കൽപ്പിക്കുകയോ റസൂലുള്ള അത്തരത്തിൽ നോമ്പ് അനുഷ്ഠിക്കുകയോ ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചത് റമളാനിലെ പൂർണ്ണമായ നോമ്പ് കഴിഞ്ഞാൽ പിന്നീട് ശഅബാൻ മാസത്തിൽ നോമ്പെടുത്തു എന്നുള്ളത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പക്ഷേ അല്ലാത്ത ഒരു പ്രത്യേകത കണ്ടുകൊണ്ട് 96 നോമ്പ് അടുപ്പിച്ച് എടുത്തു എന്നുള്ളതൊന്നും നമുക്ക് എന്ത് ചെയ്തില്ല, ഒരു പ്രമാണങ്ങളിലും സ്വഹീഹായി കൊണ്ട് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതല്ലാത്ത സുന്നത്ത് നോമ്പുകൾ ഉണ്ട്. ചൊവ്വയും തിങ്കളും വ്യാഴവും 13, 14, 15 അതൊക്കെ നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. ഈ ഒരു വ്യക്തിക്ക് ഒന്നിടവിട്ട് നോമ്പ് അനുഷ്ഠിക്കണമെങ്കിൽ ഒന്നിടവിട്ട് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. അതൊക്കെ ഉണ്ട്. പക്ഷെ ഇല്ലാത്തത് നമ്മൾ അനുഷ്ഠിച്ചാൽ അതിന് പ്രത്യേകം എന്ത് ചെയ്യും, നമുക്ക് ശിക്ഷയും അതുപോലെ തന്നെ നരകത്തിലേക്കുള്ള ഒരു വലിയ വാതിൽ തുറക്കലുമാകും. അതുപോലെ റജബ് മാസത്തിലെ ഉംറ ചെയ്യുന്നതിന് പ്രത്യേക പുണ്യം കൽപ്പിക്കുന്ന ഏർപ്പാട് നമ്മുടെ ഇടയിലുണ്ട്. അതും പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ഉംറകളിൽ 4 ഉംറകൾ, അതിൽ 3 ദുൽഖഅദ് മാസത്തിലാണ്, 1 ദുൽഹിജ്ജയോട് ഹജ്ജുമായി ബന്ധപ്പെട്ട് ചേർന്ന് ചെയ്തതാണ്. റജബ് മാസത്തിൽ ഒരു ഉംറ നിർവഹിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ട് നിൽക്കെ അതിൽ നിന്നും ആളുകളെ അകറ്റിക്കൊണ്ടു പോവുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇതുപോലെ കുറെ ബിദ്അത്തുകൾ പല സന്ദർഭങ്ങളിലും പല സമയങ്ങളിലും നഹ്സുകൾ പ്രഖ്യാപിക്കുക, ഓരോ മാസത്തിലും നഹ്സ് ഇന്ന ദിവസം ശകുനമാണെന്ന് പറയുക, ഇതൊക്കെ യഥാർത്ഥത്തിൽ മറ്റ് മതവിശ്വാസികളുടെ ചില ആചാരങ്ങളുമായി അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പൊ അത്തരം ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും യഥാർത്ഥ സുന്നത്തിലേക്ക് നമ്മൾ അടുക്കുകയും ചെയ്യണം. ഒന്ന്, ഇതൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ നമുക്ക് ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മാർഗങ്ങളെ ഉപയോഗപ്പെടുത്തണം. നമുക്ക് ഇന്ന് പഠിക്കാൻ ഒരു ബെഞ്ചും ഡെസ്കും ഒക്കെ ഇട്ട് ബുക്കും പേനയും എല്ലാം കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് 1, 2, 3 മണിക്കൂർ വന്നിരിക്കേണ്ട അവസ്ഥ പോലും നമുക്കില്ല. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാം അറിവുകൾ, ജോലി ചെയ്യുന്നതിനിടയിൽ നമുക്ക് കേൾക്കാം. രാവിലത്തെ നടത്തത്തിന് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ആ സമയവും നമുക്ക് കേട്ടുകൊണ്ട് പോകാം. പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങളുണ്ട്, ജമീൽ പോലെയുള്ള ആപ്പുകളുണ്ട്. അതുപോലെ തന്നെ വായനയുടെ ഒരു വിശാലമായ ലോകം തുറക്കുന്ന ഒന്നാണ് നേർപ്പദം എന്നുള്ളത്. നേർപ്പദം നമ്മളുടെ ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇന്നലെ നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന വലിയ വലിയ വിവാദപരമായ വിഷയങ്ങൾ എടുത്തുദ്ധരിച്ച് അതിന്റെ കൃത്യമായ ഇസ്ലാമിക വശം വിശദീകരിക്കുന്ന ഒരു ചെറിയ പുസ്തകമാണ്. ഒരു വർഷത്തേക്ക് വെറും 550 രൂപ മാത്രമാണ് വരി ചേരുന്നത്. അത് നമ്മളിലുള്ള എത്ര പേരത് ചേർന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഇന്ന് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെയുള്ള ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സഹോദരങ്ങളും സഹോദരിമാരും അതിന്റെ ഒരു വരി ചേരണം. ഒരു 550 രൂപ ഒരു വർഷം. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിന് ആ പൈസ, അതിനപ്പുറം നമ്മൾ കൊടുക്കും. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അത്രയും ചെറിയൊരു തുക കൊടുത്ത് ഒരു വർഷം നമുക്ക് വരുന്ന ഈ ഒരുപാട് അറിവുകളുടെ ഒരു ശേഖരം നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം. ഒരു അരമണിക്കൂർ മതി, അല്ലെങ്കിൽ 45 മിനിറ്റിനകത്ത് മതി അത് വായിച്ചു തീർക്കാൻ. അതില്ലാത്തവരാരാ ഉള്ളത്?
അതിലെ ഓരോ അറിവുകളും നിങ്ങൾ ഒന്നോ രണ്ടോ പുസ്തകങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന് നമുക്ക് കിട്ടും നമുക്ക് അറിവുകളുടെ ആഴം. അതുകൊണ്ട് അത് ഒഴിവാക്കരുത്. എല്ലാവരും ഇന്ന് ജുമാ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ നവാസ് സാഹിബിനെ അല്ലെങ്കിൽ കയാലിൽ കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിന്റെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ നടത്തി അത് പൂർത്തിയാക്കണമെന്ന് കൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഒരു ദുആ വസിയത്തുണ്ട്. നമ്മളുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ദഅവാ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന സജീവ സാന്നിധ്യമായിരുന്ന നമ്മളുടെ ആലപ്പുഴയിലുള്ള ഷാജാൻ സാഹിബ്, അദ്ദേഹം കുറച്ചു നാളുകളായി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണുള്ളത്. ഇപ്പോ കുറച്ചു പ്രയാസകരമായ അവസ്ഥയിലാണ്, ICUവിലാണുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് എല്ലാവിധത്തിലുമുള്ള ശിഫ, രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ എല്ലാ തരത്തിലുമുള്ള ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും ഒക്കെ അല്ലാഹു നമുക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ അമലുകൾ, സൽക്കർമ്മങ്ങളായ ഞങ്ങൾ പ്രവർത്തിച്ച മുഴുവൻ സൽക്കർമ്മങ്ങളും നീ ഞങ്ങളിൽ നിന്നും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നമുക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവെ, രോഗികളായി കഴിയുന്ന ഞങ്ങളിലുള്ള മുതിർന്നവരുണ്ട്, പ്രായം ചെന്ന് രോഗികളായി കഴിയുന്നവരുണ്ട്. അല്ലാഹുവെ, അവർക്കെല്ലാം എല്ലാവിധത്തിലുമുള്ള ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പല വിധത്തിലുമുള്ള പരീക്ഷണങ്ങളിൽ, വേദനകളിൽ കഴിയുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ നിർഭയത്വവും സമാധാനവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.